അനന്തകൃഷ്ണൻ, 1999 വിജയ് മല്യയുടെ വഴിപാടനുസരിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിട്ടുള്ള 1.5 കിലോ സ്വർണം എവിടെ എന്ന ചോദ്യത്തിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് വമ്പൻ തട്ടിപ്പിലേക്കാണ്. ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ മൊഴി, ഈ 1.5 കിലോ സ്വർണം അവർ ഉരുക്കി, അവർ സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കുവച്ചു 397 ഗ്രാം ഈ ദ്വാരപാലക ശില്പത്തിന്റെ ചെമ്പ് പാളികളിൽ പൂശി എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണോ, അതോ ഈ 1.5 കിലോ സ്വർണം വ്യത്യസ്തങ്ങളായ ആളുകൾക്ക്, കോടീശ്വരന്മാർക്ക് വിറ്റിട്ടുണ്ടാകുമോ? അഭിലാഷ്, നമുക്കറിയാം നിയമപരമായ ഒരുപാട് പരിമിതികളുടെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. പരമാവധി ഈ ആരോപണ വിധേയരുടെ എല്ലാം മൊഴികൾ രേഖപ്പെടുത്തി അവർ ചില അനുമാനങ്ങളിലേക്ക് എത്തി. അതിനു മുൻപ് തന്നെ മാതൃഭൂമി ന്യൂസ് ഈ 1998 സെപ്റ്റംബർ 4 പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്ത, അതാണ് ഇതിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത്. ആ വാർത്ത എന്താണോ നമ്മൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് സംശയിച്ചത്, അതിലേക്ക് തന്നെയാണ് ദേവസ്വം വിജിലൻസും എത്തിയിരിക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന തനിത്തങ്കത്തിന്റെ പാളികൾ എടുത്തുകൊണ്ടുപോയി പകരം പുതിയ ഒരു മുക്കുവണ്ടം കൊണ്ടുവച്ചു. അത് വീണ്ടും 2025 ആ മുക്കുവണ്ടം വീണ്ടും എടുത്തുകൊണ്ട് പോയിട്ട് പുതുക്കി വീണ്ടും കൊണ്ടുവച്ചു എന്നുള്ളതായിരുന്നു നമ്മളുടെ അനുമാനം. അത് തന്നെയാണ് വിജിലൻസിന്റെയും അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് ഇന്നലെ ഏറ്റവും ഒടുവിൽ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടേതാണ്. പങ്കജ് ഭണ്ഡാരി ഇന്നലെ ദേവസ്വം വിജിലൻസിന്റെ മുന്നിൽ വരുമ്പോൾ അതിന് മുൻപ് മാധ്യമങ്ങളോട് അവർ വിശദീകരിച്ചതെന്നൊക്കെ മാറി. അവർ പറഞ്ഞത് ഈ ഒറിജിനൽ ഒരു തങ്കത്തിൽ പൊതിഞ്ഞ പാളി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങൾക്ക് കൊണ്ട് തന്നത്. അത് ഞങ്ങൾ നൈട്രിക് ആസിഡിലിട്ട് ലയിപ്പിച്ച് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു. അത് 1 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു. അതിൽ 420 ഗ്രാം സ്വർണം കട്ടികളാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. 320 ഗ്രാം ഞങ്ങളുടെ കൂലിയായി എടുത്തു. ബാക്കിയാണ് പുതിയ ചെമ്പുപാളിയിൽ പൂശി അത് സന്നിധാനത്തേക്ക് കൊടുത്തുവിട്ടതെന്നുള്ളതാണ്. നോക്കൂ, അതിനു മുൻപ് പങ്കജ് ഭണ്ഡാരി പറഞ്ഞത് പുതിയ ഒരു ചെമ്പുപാളി കൊണ്ടുവന്ന് അതിൽ സ്വർണം പൂശി എന്നുള്ളതാണ്. അതോടുകൂടി ഇവർ കള്ളത്തരമാണ് പറയുന്നതെന്ന് മനസ്സിലായി. മാത്രമല്ല, ഇപ്പോൾ വിജിലൻസ് സംശയിക്കുന്നത് ഇങ്ങനെ എല്ലാം പിടിക്കപ്പെട്ടപ്പോഴാണ് ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്ന് ഇങ്ങനൊരു മൊഴി നൽകിയത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പോയി, അത് ചെന്നൈയിലേക്കാകാം, അങ്ങനെ അവർ തമ്മിൽ കൂടിയാലോചിച്ചുണ്ടാക്കിയ ഒരു മൊഴിയാകാം എന്നാണ് വിജിലൻസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഒരു പ്രസ് ചെയ്യുന്നില്ല വിജിലൻസ്. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഈ പാളികൾ കൊണ്ടുപോയി നേരെ അങ്ങ് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അത് ഈ രീതിയിൽ വേർതിരിച്ചെടുത്താൽ മതിയായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയത്. അതാണ് വിജിലൻസിന്റെ അനുമാനം. അവിടെ പോയി 39 ദിവസം അവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് കണ്ടെത്തേണ്ടത്. അത് ഒരു പക്ഷേ ഇവർ മറയ്ക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തികൾ ഇനിയുണ്ടോ, അതല്ല ഞങ്ങൾ സ്വന്തമായി ഈ കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്ത്, അതായത് ഈ സ്വർണ്ണപ്പാളി, അയ്യപ്പസ്വാമിയുടെ സ്വർണ്ണപ്പാളി ഞങ്ങൾ ഉരുക്കി സ്വർണ്ണമാക്കി ഞങ്ങൾ വീതിച്ചെടുത്തു എന്ന് വരുത്തി സ്വയം കുറ്റമേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ശ്രമിക്കുന്നത് അവരെക്കാൾ ഉന്നതന്മാരായ അവർക്ക് സംരക്ഷിക്കേണ്ട ആരെങ്കിലും കവചം ചെയ്യാനാണോ എന്നുള്ള സംശയം വിജിലൻസിനുണ്ട്. അപ്പോൾ അതിലാണ് SITയുടെ അന്വേഷണം നിർണായകമാകുന്നത്. ഇത് ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ, ഭക്തി വിറ്റ് കാശാക്കാം എന്നുകൊണ്ട് കൃഷ്ണൻ പോറ്റി കരുതിയിട്ടുണ്ടോ, ഈ പാളികൾ അങ്ങനെ വലിയ സമ്പത്ത് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് സമ്പത്ത് കൊടുത്ത് ആരെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. അഭിലാഷ്, തീർച്ചയായിട്ടും പ്രശാന്ത് കൃഷ്ണ കൂടിയുണ്ട്. പ്രശാന്തും ഈ വാർത്ത മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ്. പ്രശാന്ത്, ഈ സ്വർണത്തിന്റെ മൂല്യം, തങ്കത്തിന്റെ മൂല്യം എന്നുള്ളതിനപ്പുറത്ത് വിശ്വാസപരമായ വലിയ മൂല്യം കൂടി ഉണ്ട്. ഇവിടെ ഇപ്പോൾ 14 പാളികൾ ഉണ്ടായിരുന്നു. ഈ പാളികൾ എല്ലാം ഒരാളുടെ കയ്യിലോ അല്ലെങ്കിൽ വ്യത്യസ്തരായ ആളുകളുടെ കയ്യിലോ ആവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം സ്വർണത്തിന്റെ വിലയേക്കാൾ കൂടുതൽ ഇത് ശബരിമലയിൽ ഇരുന്ന പാളികൾ എന്ന മട്ടിൽ കച്ചവടം നടത്താനുള്ള, ശതകോടികൾക്ക് കച്ചവടം നടത്താനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇപ്പോൾ മനസ്സിലാവുന്നത് യോഗദണ്ഡ്, ശ്രീകോവിലിന്റെ വാതിൽ, കട്ടിളപ്പടി, ഇങ്ങനെ പലതും പല രൂപേണ കൊണ്ടുപോയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ കാണിക്കകളുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പാത്രം വാങ്ങിയതിന്റെ കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് തട്ടിപ്പുകളുടെ ഒരു ചെയിൻ, ഒരു സീരീസ്, അതാണ് ഇങ്ങനെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അറിയാൻ കുറെ അധികം കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് വേണമോ അനുമാനിക്കാൻ? അഭിലാഷ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ഈ ഹൈക്കോടതിയിൽ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളിയുടെ വെയിറ്റ്, അതിൽ തൂക്കക്കുറവ് എന്ന വിഷയം വന്നപ്പോഴാണ് നമ്മളിതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ഉത്തരവ് 2019 ഉത്തരവ് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ, ഒരു പക്ഷേ അതിപ്പോൾ മൂടി വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ, ഇത് സ്വർണം ചെമ്പാക്കിയ ഉത്തരവ് പുറത്തു വരാനുള്ള ഒരു വലിയ വഴിയായിരുന്നു. ആ ഉത്തരവ് നമ്മൾ പുറത്തു കൊണ്ടുവന്നതിലൂടെ
98-ൽ അത് സ്വർണ്ണമായിരുന്നു എന്നുള്ളത് കൂടുതൽ സ്ഥാപിക്കാൻ സാധിച്ചു. 98-ൽ സ്വർണം പൊതിഞ്ഞതാണ്, അത് ചെമ്പാക്കി മാറ്റിയത് എന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയാൻ സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് വരുന്നൊരു ചെയിൻ ഓഫ് എവിഡൻസ് എന്താണ്? പിന്നീട് മഹസറിലും അത് ചെമ്പാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ പല ഘട്ടങ്ങളിലായി ഇത് ചെമ്പാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിന്നെ നേരത്തെ അഭിലാഷ് ചോദിച്ചൊരു കാര്യം, തീർച്ചയായിട്ടും, കാരണം ഈ ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഈ സ്വർണം പൂച്ചുന്നതിന് വേണ്ടി 2019-ൽ ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തുമ്പോൾ പല പല പീസായിട്ട് ഉള്ള ശുദ്ധമായ ചെമ്പായിട്ടാണ് അവിടെ ഉദ്യോഗസ്ഥർ കാണാൻ സാധിച്ചത്. അതായത് മറ്റെവിടെയോ ശരിക്കുള്ള സ്വർണം പൊതിഞ്ഞ 98-ൽ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി അത് വിൽപ്പന നടത്തി എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. പിന്നെ ഇതുമായി കണക്ട് ചെയ്യേണ്ടത് 2019 ഡിസംബർ മാസത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ കൈവശം മിച്ചം സ്വർണ്ണമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മിച്ചം സ്വർണം എന്ന് പറയുന്നത് ഇത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം സ്വയം വാങ്ങി നൽകിയ സ്വർണ്ണമല്ല. ഇത് മുൻപ് ഇവിടുന്ന് അഴിച്ചെടുത്ത വലിയ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തിൻ്റെ ബാക്കി, അതായത് ഭഗവാന്റെ ഉരുപ്പടി തന്നെയാണ്, അത് ദേവസ്വത്തിൻ്റെ സ്വത്ത് തന്നെയാണ് ഇത് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേർ ഇതിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഒരുപാട് ഉത്തരങ്ങൾ ഇനിയും ആവശ്യമുണ്ട് ഈ വിഷയത്തിൽ. രാഗനും അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയും വ്യക്തമാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ തട്ടിപ്പിന്റെ ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെ എന്നുള്ളത് നിർണായകമാണ്. രാഗൻ, കോടതി സീൽഡ് കവറിൽ റിപ്പോർട്ടുകൾ നൽകാൻ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തീകരിക്കാൻ SIT-യോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ SIT ഉണ്ട്, അമിക്കസ് ക്യൂറി ഉണ്ട്. അമിക്കസ് ക്യൂറി ഉടൻ സന്നിധാനം സന്ദർശിക്കുകയാണ് ജസ്റ്റിസ് KT ശങ്കരൻ. അപ്പോൾ വളരെ കൃത്യമായി എന്തു നടന്നു എന്ന് ബോധ്യപ്പെടണമെന്ന നിർബന്ധ ബുദ്ധി ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്കുണ്ട്. H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള SIT എന്തെല്ലാം കാര്യങ്ങളാവും അന്വേഷിക്കുക? അമിക്കസ് ക്യൂറി എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് സന്നിധാനത്തേക്ക് പോകുന്നത്? നമുക്കിത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു 3 ലെയർ എൻക്വയറിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നിരിക്കുന്നതെന്നാണ്. ഒന്ന്, ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണം, അത് പ്രത്യേകിച്ചും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ചില നിഗമനങ്ങളും അതിൽ ചില അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളും മൊഴിയൊക്കെ ആയിട്ടാണ് ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം തുടങ്ങുകയാണ്. അതായത് SIT-യുടെ അന്വേഷണം, FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം. അത് എല്ലാ കാര്യങ്ങളും വരും, അതായത് സ്വർണ്ണപ്പാളി വരും. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഥകിന്റെ അടക്കം വിഷയം വന്നിട്ടുണ്ട്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. കൂടാതെ ഒട്ടനവധി വിഷയങ്ങൾ, ഈ യോഗത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ അടക്കം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പറയുന്നത്, നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് പ്രത്യേകം FIR വേണമെങ്കിൽ ഇടാമെന്ന്. അതായത് സ്വർണ്ണപ്പാളി വിഷയത്തിലൊന്ന്, അല്ലെങ്കിൽ മറ്റു ചില വിഷയങ്ങളിൽ അങ്ങനെ പല FIR-കളും ഇതിന്റെ ഭാഗമായിട്ട് ഇടാം. അത്തരം എൻക്വയറി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ വിഷയങ്ങളടക്കം ഉയർന്നു വന്നപ്പോൾ ശബരിമലയിൽ ഒരു കണക്കെടുപ്പിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് KT ശങ്കരനെയാണ് അതിനെ നിയോഗിച്ചിരിക്കുന്നത്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി. അദ്ദേഹം നാളെ അവിടേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ചും അവിടുത്തെ സ്ട്രോങ് റൂം പരിശോധിക്കും, കൂടാതെ ആറന്മുളയിലെ സ്ട്രോങ് റൂം പരിശോധിക്കും. കൂടാതെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിൽ 2019-ലെ അല്ല, ഏറ്റവും ഒടുവിൽ അവിടെ പോയി തിരിച്ചു വന്നിരിക്കുന്ന സ്വർണ്ണപ്പാളി അത് ഫിക്സ് ചെയ്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിശോധിക്കും. അങ്ങനെ തിട്ടപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിൽ ഇത്ര മൂല്യമുള്ള വസ്തുക്കളുണ്ട്, അത് വെള്ളി, സ്വർണം, കൂടാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് അത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരികയാണ്. അത് ഒരു തലത്തിൽ നോക്കിയാൽ അതും ഒരു എൻക്വയറിയുടെ ഭാഗം തന്നെയാണ്. കണക്കെടുപ്പ് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളുടെ അടക്കം കാര്യങ്ങളിൽ. അങ്ങനെ വിപുലമായിട്ടുള്ളൊരു കാര്യങ്ങൾക്കാണ് കോടതി ഇവിടെ നേതൃത്വം കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ അതോടൊപ്പം തന്നെ കോടതി പറയുന്ന കാര്യമുണ്ട്, ഇതെല്ലാം പരിശോധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിലാണ് 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് കോടതി പരിശോധിക്കും. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ കോടതി ചോദിക്കും. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ കോടതി നൽകുകയും ചെയ്യും. അതായത് ഒരു തരത്തിലുള്ള ഒരു ഇന്റർഫിയറൻസും പാടില്ല എന്ന കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെയും കൃത്യമായിട്ടുള്ള ഒരു നിലപാടിന്റെയും അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എൻക്വയറിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള ചില ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ 2017-19 കാലഘട്ടത്തിൽ നടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആ വിവരങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് കോടതി ഇത്തരം ചില നിർദ്ദേശങ്ങളും ഇത്തരം ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത്.